നമസ്കാരം, വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. കോതപ്പറമ്പ് കടൽ തീരത്തിരിക്കുമ്പോൾ SDPI പ്രവർത്തകനായ അസ്കറിനെ മാരകായുധങ്ങളുമായി സംഘം ചേർന്ന് വെട്ടിക്കൊല്ലാനുള്ള ശ്രമത്തിനിടയിൽ മാരകമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവം പോലീസിന്റെ നിഷ്ക്രിയത്വത്തിന്റെ കൂടി ഫലമാണെന്നും വിഷയത്തെ കുടുംബകലഹമാക്കി വഴിതിരിച്ചുവിടാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും SDPI ഭാരവാഹികൾ തിരൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും 2% മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ. 3 ദിവസങ്ങൾക്ക് മുമ്പും ഇതേ രീതിയിൽ മാരകായുധങ്ങളുമായി പ്രതികൾ വന്ന് അഷ്കറിനെ ആക്രമിച്ചിരുന്നു. ഇതിനെതിരെ തിരൂർ സർക്കിൾ ഇൻസ്പെക്ടർക്കും തിരൂർ സബ് ഇൻസ്പെക്ടർക്കും പരാതി നൽകിയെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് അഷ്കറിനെ ഈ റാഫിയുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ക്രിമിനൽ സംഘം ആക്രമിച്ചിട്ടുണ്ട്. ആ ആക്രമിച്ച് പരിക്കേറ്റ അസ്കർ അന്ന് തിരൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച അഡ്മിറ്റ് ആവുകയും അതിന്റെ പേരിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു കേസിൽ പോലും ഒരു പെറ്റി കേസിൽ കൊണ്ടുവന്ന പ്രതിയാതിന്റെ പേരിൽ അദ്ദേഹത്തെ പോലീസ് വെറുതെ വിട്ടത്. അസ്കറിനെ നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളായിട്ടുള്ള റാഫിയുടെയും അദ്ദേഹത്തിന്റെ അനുജന്മാരുടെയും സുഹൃത്തുക്കളുടെയും ആക്രമണം അവർക്ക് യാതൊരു നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ലെന്നുള്ളതാണ്. ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് പോലീസിന്റെ അനാസ്ഥ. പോലീസ് കൃത്യമായി തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ അക്രമത്തിന് കാരണമാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മീഡിയകളിലൂടെ തെറ്റായ വാർത്തകളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വഴി തർക്കമെന്ന പേരിൽ വിഷയത്തെ വരുത്തി തീർത്ത് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് സ്വീകരിക്കുന്നതെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും ഡിവൈഎസ്പി റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നും അന്വേഷണം അട്ടിമറിക്കാനാണ് പോലീസ് അധികാരികൾ ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് പാർട്ടി നേതൃത്വം കൊടുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ SDPI മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികളായ അബ്ദുള്ളക്കുട്ടി തിരുത്തി, തവനൂർ മണ്ഡലം സെക്രട്ടറി യാസർ മംഗലം, SDPI മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ, SDPI മംഗലം പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി ആദിൽ മംഗലം, ആശാൻപടി ബ്രാഞ്ച് മെമ്പർ അമീൻ എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ.